إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ വരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, എപ്പോഴുമുള്ള ജാഗ്രത എന്നും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. ഈ മഹത്തായ പ്രപഞ്ചം നമുക്ക് അത്ഭുതകര രൂപത്തിൽ അതിനെ സംവിധാനിച്ചവൻ ആരാണ്? നമുക്കറിയാം, നാം നിലനിൽക്കുന്ന, നാം ജീവിക്കുന്ന ഈ ഗാലക്സി, മിൽക്കി വേ എന്ന് പറയുന്ന ഈ ഗാലക്സി, ആ ഗാലക്സിയിൽ പോലും 10,000 കോടി നക്ഷത്രങ്ങളുണ്ടെന്നാണ് ശാസ്ത്രകാരന്മാർ പറയുന്നത്. അതിലൊന്ന് മാത്രമാണ് സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രം. ഭൂമിയേക്കാൾ 13.5 ലക്ഷം മടങ്ങ് വലുപ്പമുണ്ട് സൂര്യൻ എന്നാണ് കണക്ക്. അതുപോലെയുള്ള 10,000 കോടി നക്ഷത്രങ്ങൾ, ഓരോ നക്ഷത്രങ്ങളെയും വലം ചെയ്യുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും, അത് നമ്മൾ കണ്ടെത്തിയ ഈ മിൽക്കി വേ എന്ന് പറയുന്ന ഈ ഒരു ഗാലക്സീൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതുപോലെയുള്ള ഒരുപാട് ഗാലക്സികൾ, ഇതുവരെ മനുഷ്യൻ കണ്ടെത്തിയ പ്രപഞ്ചത്തിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ 5% അത്രമേ ആകൂ എന്നാണ് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു തുടക്കമുണ്ടാവും. ആ തുടക്കത്തെ സംവിധാനിച്ചവൻ ആരാണ്? ആ തുടക്കം ഉണ്ടാക്കിയവൻ മാത്രമല്ല, അതിനെ നിയന്ത്രിക്കുന്നവൻ ആരാണ്? സൂര്യൻ ഒരു സെക്കൻഡിൽ 250 കിലോമീറ്റർ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഭൂമി ഒരു സെക്കൻഡിൽ ഏകദേശം 35 കിലോമീറ്ററോളം വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. കറങ്ങുന്നതോടൊപ്പം സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. മഹാത്ഭുതമാണ്. ഒരു വ്യതിയാനവുമില്ല. നൂറ്റാണ്ടുകളായി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആരാണ് ഇതിനെ നിയന്ത്രിക്കുന്നവൻ? ആരാണ് അതിനെ വളരെ കൃത്യമായി സൃഷ്ടിക്കുകയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവൻ? അവനാണ് നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ലോകങ്ങളുടെ റബ്ബായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയുമെന്ന്. അതാണ് നമ്മൾ ഓരോ വിശ്വാസിയും എപ്പോഴും നിത്യേന ഓരോ നിസ്കാരത്തിലും അല്ലാതെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ തുടക്കമുണ്ടെങ്കിൽ ആ തുടക്കം സംവിധാനിച്ച റബ്ബ് തന്നെ നമ്മോട് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിനൊക്കെ ഒരു ഒടുക്കമുണ്ടെന്ന്. ഇതിനൊക്കെ ഒരു ഒടുക്കമുണ്ട്, ഇതിന് അവസാനമുണ്ട്. നിങ്ങൾ ഇന്ന് ജീവിക്കുന്ന ഈ ഭൂമിക്ക് മേലെ നമുക്ക് മുമ്പേ ആയിരക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യന്മാർ ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട്. അവരുടെ ഒന്നും ഒരു വിലാസവുമില്ല, ഒരു അഡ്രസ്സുമില്ല. എവിടെയും പരിധി നോക്കിയാൽ അവരുടെ അഡ്രസ്സോ ഏതെങ്കിലും രൂപത്തിലോ ഒന്നോ കാണുവാൻ സാധ്യമല്ല. എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ജീവിച്ചിരുന്ന പല മനുഷ്യന്മാരുടെ ഈ മസ്തികൂടങ്ങൾ പലപ്പോൾ കണ്ടെത്തി അത് BC ഇന്ന നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ മ്യൂസിയത്തിലൊക്കെ പ്രദർശിപ്പിച്ചെന്ന് വരാം. പക്ഷേ ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ അവസ്ഥകൾ എന്താണ്? ആ അവസ്ഥകളെ മുഴുവനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈ ഒടുക്കത്തിൻ്റെ നാളിൽ അവരൊക്കെയും വീണ്ടും പുനരുജ്ജീവിപ്പിക്കുമെന്നാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞത്. യൗമ യഖ്റുജൂന മിനൽ അജ്ദാദി സിറാഅ കഅന്നഹും ഇലാ നുസ്ബിൻ യൂഫിളൂൻ.
ഖാശിയത്തുൻ അബ്സാറുഹും തർഹഖും ഫില്ല ദാലികും യൗമുൽ ലദീ കാനൂ യുആദൂൻ എന്നല്ലാഹു പറയുകയാണ്. അതായത് അവർ ഒരു നാട്ടക്കുറിയുടെ നേരെ ധൃതിപ്പെട്ടു പോകുന്നത് പോലെ കബറുകളിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ഒരു ദിവസമുണ്ട്. അവരുടെ കണ്ണുകൾ കീഴ്പോട്ട് താണിരിക്കും, അപമാനം അവരെ വലയം ചെയ്തിരിക്കും. അതാണ് അവർക്ക് താക്കീത് നൽകപ്പെട്ടിരിക്കുന്ന ദിവസം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഫതവല്ല അൻഹും, അല്ലാഹു പറയുകയാണ്, യൗമ യദഉ ഇലാ ശൈഇൻ നുക്ർ ഖുശന അബ്സാറുഹും യഖ്റുജൂന മിനൽ അജ്ദാസി കഅന്നകും ജറാദും മുൻതശിർ മുഹദീന ഇല ദാഇ യഖൂലുൽ കാഫിറൂന ഹാദാ യൗമുൻ അസീർ. ആകയാൽ, അതായത് ആ സന്ദർഭത്തിൽ നീ അവരിൽ നിന്ന് പിന്തിരിഞ്ഞ് കളിയുക. അനിഷ്ടകരമായൊരു കാര്യത്തിലേക്ക് വിളിക്കുന്ന ദിവസമുണ്ട്. അന്ന് ദൃഷ്ടികൾ താഴ്ന്നു പോയവരുടെ നിലയിൽ ആ രൂപത്തിൽ കബറുകളിൽ നിന്ന് നാലുപാടും പരന്ന വെട്ടുകിളികൾ എന്ന പോലെ ഭൂമിയിൽ നിന്നിങ്ങനെ പരക്കെ മനുഷ്യൻ്റെ ആത്മാക്കൾ മനുഷ്യരായി രൂപം കൊള്ളുന്ന രീതിയിൽ അവർ പുറപ്പെടുന്ന ഒരു ദിവസമുണ്ട്. വിളിക്കുന്നവനടുത്തേക്ക് അവർ ധൃതിപ്പെട്ടു ചെല്ലുന്നതാണ്. സത്യനിഷേധികൾക്ക് അവർ പറയുമെന്നാണ് എന്തെന്ന് യഖൂലുൽ കാഫിറൂന ഹാദാ യൗമുൻ അസീർ, ഇതൊരു പ്രയാസകരമായ ദിവസമാണെന്ന്. അങ്ങനെ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന ഒരു ദിവസത്തെപ്പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയാണ്. നാശം വിളിച്ചും ശാപം പറഞ്ഞും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന അവിശ്വാസികളുടെ അവസ്ഥയെ വിധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട്. വനഫഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ ഖാലൂ യാ വൈലനാ മിൻ ബഅസനാ മിൻ മർഖദിനാ. കാഹളത്തിൽ നിന്ന് ഊതപ്പെടും. അപ്പോൾ അവർ കബറുകളിൽ നിന്ന്, ഭൂമികളിൽ നിന്ന് അവരുടെ രക്ഷിതാവിലേക്ക് കുതിച്ചു ചെല്ലും. അവർ പറയും, ഖാലൂ യാ വൈലനാ, നമ്മുടെ നാശമേ, മൻ ബഅസനാ മിൻ മർഖദിനാ, ഈ ഉറക്കത്തിൽ നിന്ന് ഗാഢമായ നിദ്രതയിൽ നിന്ന് ആരാണ് നമ്മളെ ഉയർത്തി നിൽപ്പിച്ചവൻ? അവൻ ആരാണ് എന്നാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തഖ്ശസു ഫീഹിൽ അബ്സാർ മുഹ്ദീന മുഖ്നിയി റൂസിഹിം ലാ യർതദു ഇലൈഹിം തർഫുഹും വഅഫീദതുഹും ഹവാ. കണ്ണുകൾ തള്ളിപ്പോകുന്ന ഒരു ഭയാനകരമായ ദിവസമാണത്. കണ്ണുകൾ തള്ളിപ്പോകും. അവർക്കവൻ സമയം നീട്ടിക്കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് വരാനിരിക്കുന്നുണ്ട്. ഒരു സമയം അത് നീട്ടിവെച്ചിരിക്കുകയാണ്. ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, തലകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പായുന്നവരുണ്ട്. അവരുടെ ദൃഷ്ടികൾ അവരിലേക്ക് തിരിച്ചു വരികയില്ല. അവരുടെ മനസ്സുകൾ ശൂന്യമായിരിക്കും എന്ന് പറയുകയാണ്. ഭയത്തിൻ്റെ ആധിക്യത്താൽ അന്ന് മനുഷ്യരുടെ ഹൃദയങ്ങൾ ചങ്കിലടിക്കുന്ന അവിശ്വാസികളെ അവസ്ഥ വിവരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഅൻസിറുഹും യൗമൽ ആസിഫ ഇതിൽ ഖുലൂബ ലദിയ ഹനാജിരി കാദിമീൻ. ആസന്നമായ സംഭവത്തിൻ്റെ ആ ദിവസത്തെപ്പറ്റി നീ അവർക്ക് താക്കീത് നൽകുക. വഅൻസിർഹും യൗമൽ ആസിഫ, ആസന്നമായൊരു ദിവസമാണ്. അത് വരാനിരിക്കുന്ന സുനിശ്ചിതമായൊരു അവസ്ഥാവിശേഷമാണ്. അത് തീർച്ചയായും വരിക തന്നെ ചെയ്യും. ആ ദിവസത്തെക്കുറിച്ച് നിങ്ങൾ അവർക്ക് താക്കീത് നൽകുക, മുന്നറിയിപ്പ് നൽകുക. എങ്ങനെയാണത്? ഇതിൽ ഖുലൂബു ലദിൽ ഹനാജിരി കാദിമീൻ. അതേ, അവരുടെ ഹൃദയങ്ങൾ തൊണ്ടക്കുഴിയുടെ അടുത്തെത്തുന്ന, ബേജാറായി പേടിച്ചിട്ട് അവരുടെ ഹൃദയങ്ങൾ തൊണ്ടക്കുഴിയുടെ അടുത്തെത്തുന്ന, അവർ ശ്വാസം അടക്കിപ്പിടിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു സന്ദർഭത്തെക്കുറിച്ച് അവർക്ക് താങ്കൾ വിവരിച്ചു കൊടുക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ അവസ്ഥയെപ്പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യൗമ തുബദ്ദലുൽ അർളു ഗൈറുൽ അർളി വസ്സമാവാത്. ഭൂമി ഈ രൂപത്തിലായിരിക്കില്ല. ഈ ഭൂമി അല്ലാത്ത ഭൂമി മറ്റൊരു രൂപത്തിലായിരിക്കുമെന്ന് കാണാൻ സാധിക്കും. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വേറൊരു രൂപത്തിലായിരിക്കും. അതുപോലെ ആകാശങ്ങൾ മാറ്റപ്പെടും. ഏകനും സർവാധികാരിയുമായ അല്ലാഹുവിലേക്ക് അവരൊക്കെയും പുറപ്പെട്ടു വരും. ആകെ തകിടം മറിയുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആ ദിവസം കുറ്റവാളികളെ ചങ്ങലയിൽ അന്യോന്യം ചേർത്ത് ബന്ധിക്കപ്പെട്ട രീതിയിൽ നിനക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവരുടെ കുപ്പായങ്ങൾ കറുത്ത കീല് കൊണ്ട് ഒരു പോലത്തെ താറുപോലെ ആയിരിക്കും എന്ന് അവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാൻ മിഖ്ദാദ് ഇബ്നുൽ അസ്വദി റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നുദിന ശംസ യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖി ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീൽ. അതൊരു ഒരു മൈൽ ദൂരെയായിരിക്കും സൂര്യനെന്നാണ്. അത്രമാത്രമുള്ള പ്രാപഞ്ചികമായ വ്യതിയാനങ്ങൾ സംഭവിച്ചിരിക്കും. മനുഷ്യനാകെ വെപ്രാളത്തിലായിരിക്കും, ബേജാറിലായിരിക്കും.
ഖേദവും ദുഃഖവും കാരണത്താൽ അവിശ്വാസികൾ, അള്ളാഹുവിനെ തള്ളിയവർ, പ്രവാചകനെ ധിക്കരിച്ചവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്ക് അവിശ്വസിച്ചവർ, അവർ അന്ന് കൈകൾ കടിക്കും, അവരാകെ ബേജാറിലും വെപ്രാളത്തിലുമായിരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പല രൂപത്തിലും പല സൂറത്തുകളിലും ഇത്തരം വിവരണങ്ങൾ വിവരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. വയോമോ ആലിമതിൻ്റെ വിരൽ കടിക്കുമെന്നാണ്. വിരൽ കടിക്കുമ്പോൾ ഞാൻ പ്രവാചകനെ ഒരു നല്ല മാർഗദർശിയായി സ്വീകരിച്ചിരുന്നെങ്കിൽ, മുഹമ്മദ് നബിയെ ഞാനൊരു മാർഗദർശിയായി സ്വീകരിച്ചിരുന്നെങ്കിൽ, യാ വൈലത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, എൻ്റെ നാശമേ ഞാൻ ഇന്നാളുടെ മാർഗം സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ, ഇന്നാളുടെ വഴി ഞാൻ തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ, ഇന്നാൾ പറഞ്ഞത് ഞാൻ അനുസരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഇതെന്തൊരു മായ ലോകമാണ്, ഇതെന്താണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ആകെ വെപ്രാളത്തിലാണല്ലോ. ലഖദ് ഖദല്ലനി അൻ സിക്രി ബഅദി ജാഅനി, ഞാൻ വഴിതെറ്റിപ്പോയല്ലോ. അതെ, ഇന്ന ആൾ മുഖേന ഞാൻ വഴിതെറ്റിപ്പോയല്ലോ, ഇന്ന് സംഘടന മുഖേന ഞാൻ വഴിതെറ്റിപ്പോയല്ലോ, ഇന്ന് മാർഗം മുഖേന, മതം മുഖേന, ദർശനങ്ങൾ മുഖേന ഞാൻ വഴിതെറ്റിപ്പോയല്ലോ. ഞാനെങ്ങാനും ഇസ്ലാമിൻ്റെ മുഹമ്മദിൻ്റെ മാർഗം തിരഞ്ഞെടുത്തില്ലെങ്കിൽ എത്ര നന്നായേനെ എന്ന് ഓരോരുത്തരും പറയുന്ന സന്ദർഭത്തെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച് തരുന്നുണ്ട്. യൗമുൽ ഹസ്രത്ത് എന്നാണ്, ഖേദത്തിൻ്റെ നാളാണ്, നഷ്ടത്തിൻ്റെ നാളാണ്, ഞാനൊരിക്കലും തിരിച്ചു വരാത്ത, എനിക്കൊരിക്കലും വീണ്ടും വിചാരത്തോടു കൂടി തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റാത്ത നഷ്ടത്തിൻ്റെ നാളെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ വിശേഷിപ്പിച്ചത്. കാരണം അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം, അന്ന് അക്രമികകാരികൾ, കുറ്റവാളികൾ ആശയറ്റവരായിരിക്കും. ഒരു പ്രതീക്ഷയും ഉണ്ടാവുകയില്ല. കാരണം കഴിഞ്ഞുപോയി. ജീവിക്കാൻ കിട്ടിയ ഒരു അവസരമുണ്ടായിരുന്നു. ഭൂമിക്ക് മേലെ വ്യക്തമായ മാർഗദർശനം നൽകിയിട്ട് ജീവിക്കാൻ പറഞ്ഞൊരു അവസരമുണ്ടായിരുന്നു. ആ അവസരം നമ്മളിൽ നിന്ന് തെന്നിപ്പോയി. അതുകൊണ്ട് തന്നെ ഒരു വിചാരത്തിന്, വീണ്ടെടുക്കലിന് അവസരമില്ലാത്ത രീതിയിൽ മനുഷ്യരാകെ ബേജാറായി വെപ്രാളപ്പെട്ട് ഖേദിക്കുന്ന അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്. ഇന്നാ അൻസർനാകും അദാബൻ ഖരീബ യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബ. ആ ഖേദം അങ്ങേയറ്റമെത്തും. എന്നിട്ട് അവർ പറയും, ആസന്നമായൊരു ശിക്ഷ തീർച്ചയായും നിങ്ങൾക്ക് നാം മുൻകൂട്ടി നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് പറയുകയാണ്. മനുഷ്യൻ തൻ്റെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ച് നോക്കിക്കാണും. ഞാൻ പറ്റിച്ചത് കാണും, ഞാൻ തെറിവിളിച്ചത് കാണും, ഞാൻ അസഭ്യം പറഞ്ഞത് കാണും. കുറച്ചു കാലം ഞാൻ ഭൂമിക്ക് മേലെ ജീവിച്ചിട്ട് കാട്ടിക്കുട്ടിയതൊക്കെയും നേർക്ക് നേരെ കാണുകയാണ്. പള്ളികളിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതെ, ഫജ്റിന് യാതൊരു തരത്തിലും ജമാഅത്തിന് പോകാതെ, യാതൊരു രീതിയിലും നമ്മുടെ സ്വഭാവ മര്യാദകൾക്ക് മാറ്റം വരുത്താതെ, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളോടോ മതങ്ങളോടോ മതദർശനങ്ങളോടോ ഇസ്ലാമിക ചിഹ്നങ്ങളോടോ അടിയാളങ്ങളോടോ യാതൊരു താഴ്മയും കാണിക്കാത്ത മനുഷ്യൻ തൻ്റെ മുന്നിൽ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ സംഗതികളെയും അതുപോലെ നോക്കിക്കാണുകയാണ്. അന്നവൻ പറയും, യാ ലൈതനി കുന്തു തുറാബ, ഞാനൊന്ന് മണ്ണായിരുന്നെങ്കിൽ, ഞാനൊന്ന് മണ്ണായിപ്പോയിരുന്നെങ്കിൽ, ഇതാരാണ് എന്നെ ജീവിപ്പിച്ചത്, ഇതെന്താണ് ഈ സംഭവം, ഞാൻ പഴയതുപോലെ ആയിപ്പോയിരുന്നെങ്കിൽ എന്ന് പറയുമെന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൻ്റെ നിമിഷങ്ങളെ സജീവമാക്കേണ്ടതുണ്ട്. കാരണം അല്ലാതെ രൂപത്തിൽ ജീവിച്ചിരുന്ന മുഴുവൻ പേരുടെയും കർമ്മങ്ങൾ നിഷ്ഫലമായി പോകും. അല്ലാഹുവിൽ യഥാർത്ഥ രൂപത്തിൽ ഈമാനില്ലാതെ, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാരൂപത്തിൽ വിശ്വസിക്കാതെ, താഴ്മയില്ലാതെ, വിനയാന്വിതരാകാതെ ജീവിക്കുന്നവരുടെ മുഴുവൻ കർമ്മങ്ങളും നിഷ്ഫലമായി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ പറ്റി പറഞ്ഞു, വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. എങ്ങനെ അവർ പ്രവർത്തിച്ച കർമ്മങ്ങളുടെ നേരെ നാം തിരിഞ്ഞു. ചിലപ്പോൾ നല്ല നല്ല സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടാവും, പല സേവനങ്ങളും ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെച്ചിട്ടുണ്ടാവും. പക്ഷെ നാം അതിനെ ചിതറിയ ധൂളി പോലെ ആക്കി തീർത്ത് കളഞ്ഞു. കാരണം എന്താണ്? അവർ അള്ളാഹുവിൽ വിശ്വസിച്ചില്ല, പ്രവാചകനെ ഇത്തിബാ ചെയ്തില്ല. പല രൂപത്തിലും ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് അക്കാര്യങ്ങൾ. ദാഹിച്ച് വലഞ്ഞവനെ പോലെ മരീചികയോട് ഉപമിച്ചിട്ടുണ്ട്, ശീതക്കാറ്റിനോട് ഉപമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊടുങ്കാറ്റ് പറത്തിക്കളിയുന്ന ധൂളികളാക്കിയിട്ടൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എത്ര അമലുകൾ ചെയ്താലും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ വിനയാന്വിതരായി തീരാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് കർമ്മങ്ങൾ പാഴിപ്പോകുമെന്നാണ്. സൂറത്ത് കഹ്ഫിൽ ഇന്ന് ഓതാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സൂറത്തിൽ നമുക്ക് കാണാം, ഖുൽ ഹൽ നുനബ്ബികും ബിൽ അഖ്സരീന അഅ്മാല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നഷ്ടകാരികളായവരുടെ പ്രവർത്തനങ്ങൾക്ക് നിനക്ക് നാം വിവരിച്ച് നൽകട്ടിയോ? പ്രവർത്തനമുണ്ട്,
പക്ഷെ ആ പ്രവർത്തനം ഒന്നടങ്കം നഷ്ടപ്പെട്ടു പോയി. അവരുടെ വിവരണം ഒന്ന് വിവരിച്ചു തരട്ടെയോ. അല്ലദീന ളല്ല സഅയും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അവര് വിചാരിച്ച് നമ്മളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്, ഞാൻ ഈ കാട്ടുന്നതൊക്കെ നല്ലതാണ്, ഞാൻ ഈ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നല്ലതാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ മുന്നിലോ ആ പ്രവർത്തനങ്ങളൊക്കെയും പൊളിഞ്ഞു പോകുന്നു. ദുനിയാവിൽ വെച്ചിട്ട് അവർ കരുതിയത്, അവർ കണക്ക് കൂട്ടിയത്, അവർ പ്രവർത്തിക്കുന്നതും അവർ ചെയ്യുന്നൊക്കെയും നല്ല പ്രവർത്തനങ്ങളെന്നാണ്. അങ്ങനെയുള്ള നഷ്ടകാരികളെ കുറിച്ച് നിനക്ക് വിവരിച്ചു നൽകട്ടിയോ. ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇ ഫഹബിതത് അഅമാലുഹും ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന. അല്ലാഹു പറയാണ്, ഒരു അണ്ണുമണി തൂക്കം അവർക്ക് ഉപകാരപ്പെടുകയില്ല. അവരെന്താക്കി കളഞ്ഞു? അള്ളാഹുവിൻ്റെ ആയാത്തുകളെ നിഷേധിച്ചു കളഞ്ഞു. ഇങ്ങനെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂടേണ്ടവരാണ്, നമ്മുടെ മുന്നിൽ കൂടേണ്ടവരാണ് എന്ന ദൃഢബോധം അവർക്ക് ഇല്ലാതായി പോയി. അതുകൊണ്ട് തന്നെ അവരുടെ അമലുകളും മുഴുവനും പൊളിഞ്ഞ് പാളീസായി പോയി. ഫല നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന. ഒരു തൂക്കവും അവിടെ അവർക്ക് അവരുടെ അമലുകളിൽ കണ്ടെത്താൻ സാധ്യമല്ല എന്നാണ്. ദാലിക ജസാഉഹും ജഹന്നമു ബിമാ കഫറു വത്തഖദു ആയാതി വറുസുലി ഹുസുവ. അതേ, അവരെക്കുള്ള പ്രതിഫലം എന്ന് പറയുന്നത് അത് പരലോകത്ത് നരകമാണ്. അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയും ഖുർആനിക ആയാത്തുകളെയും എൻ്റെ പ്രവാചകനെയും കളവാക്കി കളഞ്ഞു. എൻ്റെ പ്രവാചകനെ കളവാക്കി കളഞ്ഞു. എൻ്റെ പ്രവാചകൻ എന്തിനാണ് വന്നത്? എന്താണ് കാണിച്ചു തന്നത്? എന്താണ് വിരോധിച്ചത്? എന്താണ് കൽപ്പിച്ചത്? ഏത് രീതിയിലാണ് ഇവിടെ ജീവിച്ച് കാണിച്ചു തന്ന മാതൃകാ യോഗ്യനായി ലോകർക്കാർക്ക് രൂപത്തിലും ഒരു മാതൃക കാണിക്കാത്ത രൂപത്തിൽ കഴിഞ്ഞുപോയി എൻ്റെ പ്രവാചകനുണ്ടായിരുന്നു. ആ പ്രവാചകനെ അവർ കളവാക്കി കളഞ്ഞു. എൻ്റെ അവശേഷിപ്പിക്കുന്ന വക്രതയില്ലാതെ ഒരു വക്രതയില്ലാതെ, ഒരു ന്യൂനതകളില്ലാതെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ച അതേ രൂപത്തിൽ അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിലുണ്ട്. ആ ഖുർആനിനെ അവരെന്താക്കി? അഗണ്യമായി തള്ളിക്കളഞ്ഞു. അതെ, അവരുടെ കർമ്മങ്ങൾ മുഴുവനും പാഴായി പോകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. അതുപോലെ തന്നെ അന്യോന്യം തർക്കിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്ന ഒരു പ്രവണതയാണ് ഖിയാമത്ത് നാളിൽ, ലോകാവസാനത്തിന്റെ നാളുകളിൽ ജനങ്ങൾ ചെയ്തു വെക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. അൽ-അഖില്ലാഹു യൗമഇദിൻ ബഅ്ദുഹും ലിബഅദ് അദുവ്വുൻ ലിൽ മുത്തഖീൻ. എല്ലാ സുഹൃത്തുക്കളും പരസ്പരം ശത്രുക്കളായിരിക്കും. എല്ലാ മതദർശനക്കാരും അവരുടെ അനുയായികളും നേതാക്കന്മാരും പരസ്പരം ശത്രുതയിലായിരിക്കും. എത്ര വലിയ സുഹൃത്താണ് എന്ന് കൊണ്ട് നടന്ന ആള് പോലും പരസ്പരം ശത്രുക്കളായിരിക്കും. ഇല്ലൽ മുത്തഖീൻ, തഖ്വ പാലിച്ചവരൊഴികെ, അല്ലാഹുവിൽ വഴിപ്പെട്ടുകൊണ്ട് ഒരു ജീവിത മാർഗം തെരഞ്ഞെടുത്ത സുഹൃത്തുക്കൾ ഒഴികെ മറ്റ് ഏത് ദർശനത്തിൻ്റെയും മതത്തിൻ്റെയും ഏത് സംഘടനയുടെയും ഏത് വക്താക്കളും അവരൊക്കെയും പരസ്പരം ശത്രുക്കളായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആരാധ്യന്മാരും ആരാധിക്കപ്പെടുന്നവരും അവരും ശത്രുക്കളായിരിക്കും. വയൗമ നഹ്ശുറുഹും ജമീഅ സുമ്മ യഖൂലു ലിൽ മലായികതി ഹൗലാഇ ഇയ്യാകും കാനൂ യഅ്ബുദൂൻ ഖാലൂ സുബ്ഹാനക അൻതും വലിയുനാ മിൻ ദൂനിഹിം ബൽ കാനൂ യഅ്ബുദൂനൽ ജിന്ന അക്സറുഹും ബിഹിം മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവരെ പരസ്പരം ശത്രുക്കളെയാണ്. മലക്കുകൾ ആരാധിച്ചവരുണ്ട്. ഇപ്പൊ നമുക്കറിയാം, അഗ്നിദേവൻ അതുപോലുള്ള പല ദേവന്മാരെയും ആരാധിക്കുന്നവരുണ്ട്. അതൊക്കെ മലക്കുകൾക്കുള്ള ആരാധനയാണ് യഥാർത്ഥത്തിൽ. ഏത് വിശ്വാസ ദർശനങ്ങൾ നോക്കിയാലും അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് അവരോട് ചോദിക്കും, മലക്കുകളോട് ചോദിക്കും, നിങ്ങളെയാണോ ഇക്കൂട്ടർ ആരാധിച്ചിരുന്നത്? അവർ പറയും, നീ എത്ര പരിശുദ്ധനാണ്. ഖാലൂ സുബ്ഹാനക അൻത വലിയുനാ മിൻ ദൂനിഹിം ബൽ കാനൂ യഅ്ബുദൂനൽ ജിൻ. അവർ ആരാധിച്ചിരുന്നത് ജിന്നുകളെയാണ്, പിശാചുക്കളെയാണ്. അവർ നമ്മളെയല്ല ആരാധിച്ചിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ കഴിയൊഴിയുമെന്നാണ്. എന്തിനേറെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചു കൊണ്ടിരുന്നുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യമുണ്ട്. വഇദ് ഖാല അല്ലാഹു യാ ഈസാ ഇബ്നു മറിയം അൻത ഖുൽത ലിന്നാസി ഇത്തഖദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ് ഖാല സുബ്ഹാനക മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലീ ബിഹഖ് ഇൻ കുൻതു ഖുൽതുഹു ഫഖദ് അലിംത തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക് ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ടെന്ന് ചോദിക്കുകയാണ്, യാ ഈസാ ഇബ്നു മറിയം, താങ്കളാണോ താങ്കളെയും താങ്കളുടെ ഉമ്മാനെയും എനിക്ക് പുറമെ ആരാധ്യന്മാരെ സ്വീകരിക്കാൻ വേണ്ടി കൽപ്പിച്ചത്, ഇലാഹാക്കാൻ വേണ്ടി താങ്കളാണോ കൽപ്പിച്ചത്? താങ്കളാണോ താങ്കളെ വിളിച്ച് തേടാൻ വേണ്ടി കൽപ്പിച്ചത്? താങ്കളെ ഉമ്മാനെ വിളിച്ച് തേടാൻ വേണ്ടി കൽപ്പിച്ചത്? താങ്കളെ ഉമ്മാക്ക് നേർച്ച ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചത്?
താങ്കൾക്ക് നേർച്ച ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചത്. ഇബാദത്തിന്റെ ആരാധന എനിക്ക് എന്നെ വിട്ടുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി താങ്കളാണോ കൽപ്പിച്ചത് എന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആ കൗമിന്റെ മുന്നിൽ നിന്ന് ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയും, ഖാല സുബ്ഹാനക മാ യകൂനു ലി അൻ അഖൂൽ, എനിക്ക് അവകാശമില്ലാത്തത് ഞാൻ അവരോട് പറയുകയോ? നീ എത്ര പരിശുദ്ധനാണ് റബ്ബേ, നീ എത്ര പരിശുദ്ധനാണ്. എനിക്ക് അവകാശമില്ലാത്ത, എൻ്റെ കഴിവിൽപ്പെടാത്തൊരു സംഗതി, എനിക്കൊരു തരത്തിലും യോജിക്കാത്ത സംഗതി ഞാൻ അവരോട് പറയുകയോ? ഇൻ കുന്തു ഖുൽതു ഫഖദ് അലിംത, ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ അറിയല്ലോ, നീ അറിയാമല്ലോ അല്ലാഹുവേ. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടോ? അത് നീ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക്, ഞാൻ ആരാണെന്ന് നിനക്കറിയാം, എന്നാൽ നിന്റെ അസ്തിത്വം, നിന്റെ ഔന്നിത്യം അതെന്റെ അറിവിൽപ്പെട്ടതല്ല, നീ പഠിപ്പിച്ചു തന്നതൊഴികെ. നീ ആരാണ് അത് നീ പറഞ്ഞു തന്നതല്ലാതെ എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആരാണ് അത് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഇന്നക അന്ത അല്ലാമുൽ ഖുയൂബ്, നീ എല്ലാ അദൃശ്യജ്ഞാനങ്ങളും നന്നായിട്ട് അറിയുന്നവരാണല്ലോ. മാ ഖുൽതു ലക്കും ഇല്ലാ മാ അമർതനി ബി അൻ അഅ്ബുദുല്ലാഹ റബ്ബി വ റബ്ബക്കും, ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ, എൻ്റെയും നിങ്ങളുടെയും റബ്ബിനെ ആരാധിക്കണം എന്നല്ലാതെ ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. വഖുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ അവരുടെ മേൽ സാക്ഷിയാണ്. ഞാൻ ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എൻ്റെയും നിങ്ങളുടെ റബ്ബിനെയും നിങ്ങൾ ആരാധിക്കണം, എന്നെ അനുസരിക്കണം. പക്ഷെ നിങ്ങൾ ആരാധിക്കേണ്ടത് ആരാണ്? എൻ്റെയും നിങ്ങളുടെയും റബ്ബിനെയാണ്. അത് മാത്രമേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളൂ. നീ എന്നെ ഉയർത്തിയപ്പോൾ, നീ എന്നെ മരിപ്പിച്ചപ്പോൾ ഞാൻ അവരുടെ മേൽ സാക്ഷിയല്ല. അവരെന്താണ് എൻ്റെ മേൽ നിന്ന് ചെയ്തത് എന്നത് എനിക്കറിയുമായിരുന്നില്ല. ഷഹീദ്, നീയാണ് എല്ലാറ്റിൻ്റെയും സാക്ഷി. അവരെന്നെ വിളിച്ച് തേടിയിട്ടുണ്ടോ? എന്നോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എനിക്കും എൻ്റെ ഉമ്മാക്ക് നേർച്ച ചെയ്തിട്ടുണ്ടോ? അതൊന്നും ഞാൻ അറിയില്ല റബ്ബേ, അതിൽ നീയാണ് സാക്ഷി. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഒരു തരത്തിലും അത് കൽപ്പിച്ചിരുന്നില്ല. അതിന് നീയാണ് സാക്ഷി, അതിനും നീയാണ് സാക്ഷി എന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ് കഴിഞ്ഞു മാറുമെന്നാണ്. സഹോദരന്മാരും നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. പല വലിയകളെയും പല നേർച്ചക്കാരെയും ചെയ്യുന്ന ആൾക്കാരുണ്ട്, പല ദൈവങ്ങളെയും വിളിക്കുന്നവരുണ്ട്. നാഗൂർ, അജ്മീർ, ഏർവാടി, മുത്തുപ്പട്ട ഔലിയാക്കന്മാരുടെ അടുത്ത് പോകുന്ന ആൾക്കാരുണ്ട്. എഴുന്നേൽക്കുമ്പോൾ ബദരീങ്ങളെ, അലിയെ, ഹസൻ, ഹുസൈൻ എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഈ വിളിക്കുന്നവരും വിളിക്കപ്പെടുന്ന വലിയകളും വിളിക്കപ്പെടുന്ന പ്രവാചകന്മാരും നാളെ ശത്രുക്കളായി മാറും എന്ന കാഴ്ചയാണ് വിശുദ്ധ ഖുർആൻ അന്ത്യസമയത്തിന്റെ കാര്യങ്ങളായി പറഞ്ഞു തരുമ്പോൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. വയൗമനഹ്ശറുഹും ജമീഅ സുമ്മ നഖൂലു ലില്ലദീന അശ്റകൂ മകാനകും അൻതും വശുറകാഉകും ഫസയ്യൽനാ ബൈനഹും വഖാല ശുറകാഉഹും മാ കുന്തും ഇയ്യാന തഅബ്ദൂൻ വഖഫാ ബില്ലാഹി ഷഹീദൻ ബൈനനാ വബൈനകും ഇൻ കുന്നാ അൻ ഇബാദതികും ലഗാഫിലീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ആരാധിക്കപ്പെട്ട മുഴുവൻ ആൾക്കാരെയും ആരാധ്യന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വതആല വേർതിരിക്കുമെന്നാണ്. ആരെയാണോ മനുഷ്യൻ ആരാധിച്ചിരുന്നത്, കല്ലാവാം, കരടാവാം, മുള്ളാവാം, അല്ലെങ്കിൽ വലികളാവാം, പ്രവാചകന്മാരാവാം, രാമനോ കൃഷ്ണനോ യേശു ക്രിസ്തോ കന്യാമറിയമോ അൽഫോൻസാമോ ആരെങ്കിലും ആവാം, അവർ അല്ലാഹു സുബ്ഹാനഹു വതആല വേർതിരിക്കും, മനുഷ്യന്മാരെ വേർതിരിക്കും. എന്നിട്ട് ചോദിക്കുമെന്നാണ്, നിങ്ങൾ ഇവരോട് പറഞ്ഞിരുന്നോ നിങ്ങൾ ആരാധിക്കാൻ വേണ്ടി? ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പൊ അവർ പറയും, ഇൻ കുന്നാ അൻ ഇബാദതികും ലഗാഫിലീൻ, ഇവരുടെ ആരാധനയെക്കുറിച്ച് നമ്മൾ അശ്രദ്ധാലുക്കളായിരുന്നു, നമ്മൾ അറിയുമായിരുന്നില്ല. അവരെന്താണ് കാട്ടിക്കൂട്ടുന്നത് നമ്മൾ അറിയുമായിരുന്നില്ല എന്നാ. വഖഫാ ബില്ലാഹി ഷഹീദൻ ബൈനനാ വബൈനകും, നിങ്ങൾക്കും നമുക്കും ഇടയിൽ അല്ലാഹുവാണ് സാക്ഷി, നീയാണ് സാക്ഷി. അവരെന്താണ് നമ്മൾ ചെയ്തത് നമ്മൾ അറിയുമായിരുന്നില്ല എന്ന് പറഞ്ഞ് ആരാധ്യന്മാർ പോലും കഴിയുന്ന ആ മഹത്തായ സുദിനത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മയോട് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആനിലൂടെ ഇതുപോലെയുള്ള ഒരുപാട് ആയാത്തുകൾ നമ്മോട് സംസാരിക്കുന്നത് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ചൈതന്യവും അതുപോലെ മടക്കപ്പെടുമെന്നുള്ള ഒരു ദിവസത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പോടുള്ള ജീവിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് തുറന്നിരുന്നുള്ള ദൃഢബോധവും അറിവും നമുക്കുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ വിശ്വാസികളായി നമ്മളെ പരിവർത്തിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്.
നമുക്കറിയാം, മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ നൈമിഷികമായ ഒരു കാലഘട്ടമാണ്. ഒരു 40 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സ്, ഈ ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യൻ ഒരു ആരോഗ്യത്തോടെ ജീവിക്കുന്നത്. ചെറിയ പ്രായം തുടങ്ങി 60 വയസ്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ വാർദ്ധക്യത്തിൻ്റെ അസുഖങ്ങളുടെ, 40 കഴിഞ്ഞാൽ തന്നെ പല രൂപത്തിലുള്ള ലക്ഷണങ്ങളും ഒരു മനുഷ്യനെ തീണ്ടിക്കൊണ്ടേയിരിക്കും. ചില സൂചനകൾ നിന്നുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ വീട്ടിൽ ജനിക്കുന്ന ഒരു പുതിയ പിഞ്ചു കുഞ്ഞ്, ആ കുഞ്ഞ് കളിച്ച് ചിരിക്കുന്നത് അല്ലെങ്കിൽ അവനെ പിടപെടിച്ച് കരയുന്നത്, അത് നൽകുന്ന സൂചന, അതെ, നാം ഇവിടുന്ന് യാത്ര പോകാൻ പോവുകയാണ്. പുതിയ തലമുറകൾ, പുതിയ കുട്ടികൾ, അവർ പുതുതായി വരുന്നു. നമ്മൾ വളർന്ന് നമ്മുടെ അവസാനത്തിലേക്ക് അടുക്കുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് പരിചയമുള്ള എത്രയെത്ര മുഖങ്ങളുണ്ട്, എത്രയെത്ര ആളുകളുണ്ട്. അവരൊന്നും ഇപ്പോൾ ദുനിയാവിൻ്റെ മേലെയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അവരൊക്കെ കണ്ടെത്താനോ അവരെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് പരിചയം പുതുക്കാനോ അവരെ ഏതെങ്കിലും നിമിഷത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ വെച്ച്, ഏതെങ്കിലും ലോകത്ത് വെച്ചിട്ടോ, ഏതെങ്കിലും നാട്ടിൽ വെച്ചിട്ടോ, ഏതെങ്കിലും യാത്രകളിൽ വെച്ചിട്ടോ അവരെ കണ്ടെത്തുക എന്നത് അസാധ്യമാണ്. അവർ കഴിഞ്ഞുപോയി. അതാണ് ഖബർസ്ഥാനിൽ നമ്മൾ കബറടക്കിയിട്ട് തിരിച്ചു പോകുന്നത് നമുക്ക് നൽകിയ സൂചന എന്ന് പറയുന്നത്. അവരെ ഇനി ഒരിക്കലും കണ്ടെത്താൻ സാധ്യമല്ല എന്നാണ്. പക്ഷെ അവരെയും നമ്മളെയും കണ്ടെത്തുന്നൊരു മഹത്തായ സുദിനത്തെപ്പറ്റി വിശുദ്ധ ഖുർആൻ പല രൂപത്തിലും നമുക്ക് ഓഫർ നൽകിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞാണ്. നമ്മൾ അഡ്രസ്സില്ലാത്ത മേലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ജീവിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ അവരുടെ അഡ്രസ്സില്ലാത്ത അവസ്ഥയിലേക്ക് പോയി. നമ്മൾക്ക് നമ്മുടെ തലമുറകളൊന്ന് ചികഞ്ഞ് നോക്കിയാൽ നമ്മുടെ ഉപ്പാപ്പനെ നമുക്ക് പരിചയമില്ലാവില്ല. അവർക്ക് എത്ര മക്കളുണ്ടെന്ന് നമുക്ക് പരിചയം ഉണ്ടാവില്ല. എത്ര ഭാര്യമാരുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു, അവരുടെ തറവാട് എവിടെയായിരുന്നു. ഒരു തലമുറ, 2 തലമുറ, 3 തലമുറ അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് ഒരു തരത്തിൽ എത്തിപ്പെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ചിലപ്പോൾ നമുക്ക് തന്നെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മളും അഡ്രസ്സില്ലായ്മയിലേക്ക് മാഞ്ഞു പോകാനുള്ള ഒരു അവസരത്തിലേക്കാണ് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. നമ്മളെ മുന്നിൽ മണ്ണിട്ട് പോകുന്നതിൻ്റെ അടിസ്ഥാനം നമ്മൾ മണ്ണിലേക്ക് ലയിച്ച് ഈ ഭൂമിക്ക് മേലെ ജീവിച്ചിരുന്നതിൻ്റെ ഒരു അഡ്രസ്സും ഇല്ലാതാക്കി കുറച്ച് കുട്ടികളും അവരുടെ തലമുറകളും മാത്രം അവശേഷിക്കുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ്. അവർ അഡ്രസ്സില്ലാതെ പോയതുപോലെ നമ്മളും അഡ്രസ്സില്ലാത്ത അവസ്ഥയിലേക്ക് പോകാൻ പോവുകയാണ്. അതുകൊണ്ട് എന്താണ് നമ്മുടെ മുന്നിലുള്ള വഴി എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തെ നന്നാക്കിയെടുക്കുക എന്നുള്ളതാണ്. സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും ഇനി ബാക്കിയുള്ളത് ബാക്കിയാണെന്നുള്ള ദൃഢബോധത്തിൽ, അതേ, നമുക്കൊരു അവസാനമുണ്ട്. ഈ മഹത്തായ പ്രപഞ്ചത്തിന് ഒരു അവസാനമുണ്ട്. ആ അവസാനത്തിൽ നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരുന്നുള്ള ദൃഢചിന്തയിൽ നമ്മുടെ എല്ലാ ക്രിയകളും നമ്മുടെ എല്ലാ രീതികളും ഒന്ന് സ്ഫുടനം ചെയ്ത് നന്നാക്കിയെടുക്കുക എന്നതാണ് നമുക്ക് മുന്നിലുള്ള ആകെ പോംവഴി എന്നുള്ളതാണ്. അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യണം. വിശുദ്ധ ഖുർആൻ ഒരു അരമണിക്കൂർ പാരായണം ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തണം. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്ന ഏറ്റവും വലിയ അറിവ് അത് മഹത്തരമാണ്. ഈ പറഞ്ഞ ആയത്തുകൾ, ഡസൻ കണക്കിന് 100 കണക്കിന് ആയാത്തുകൾ വിശുദ്ധ ഖുർആൻ പരലോകത്തെപ്പറ്റിയും അന്ത്യത്തെപ്പറ്റിയും പറയുന്നുണ്ട്. ഖുർആൻ പ്രധാനമായും 3 കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഒന്ന്, അള്ളാഹുവിൻ്റെ ഔന്നത്യം, തൗഹീദാണ്. രണ്ടാമത്, പ്രവാചകന്മാരെ എന്തിനാണ് നിയോഗിച്ചത്, അവർ ചെയ്ത പണി എന്തായിരുന്നു. എല്ലാ പ്രവാചകന്മാരെയും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ആ പരിചയപ്പെടുത്തിയ പ്രവാചകന്മാർ വളരെ കുറച്ച് പേര് മാത്രമാണ്. ആ കുറച്ച് പേർ ചെയ്ത പണി എന്താണ്, അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ മൊത്തത്തിലുള്ള ജോലി എന്തായിരുന്നു, അതാണ് ഖുർആൻ മറ്റൊന്ന് പരിചയപ്പെടുത്തിയത്. മൂന്നാമത്തത് പരലോകമാണ്, സ്വർഗത്തെ പറ്റിയാണ്, നരകത്തെ പറ്റിയാണ്. ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിലൂടെ ഊളിയിട്ടിറങ്ങാൻ നമുക്ക് സാധിക്കണം, അർത്ഥം മനസ്സിലാക്കണം. റമദാൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഖുർആൻ പാരായണം എങ്ങനെയാണ്? എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ബാത്റൂമിൽ കയറിയാൽ ഒരു 10 മിനിറ്റ്, 1/4 മണിക്കൂർ കുളിച്ചിട്ട് പുറത്തിറങ്ങാൻ നമുക്ക് സമയമുണ്ട്. വൈകുന്നേരം നമ്മൾ ചിലപ്പോൾ ഒരു ബാത്റൂമിൽ കയറിയാൽ 1/4 മണിക്കൂറോ, അരമണിക്കൂറോ, 20 മിനിറ്റോ ചിലപ്പോൾ ചെലവഴിച്ചിട്ടുണ്ടാവാം. എന്നാൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ചെലവഴിക്കപ്പെടുന്ന സമയം നമ്മുടെ ദിവസത്തിൽ എത്രയുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. മനഃപൂർവ്വം നമ്മൾ സമയം ഉണ്ടാക്കിയെടുക്കണം. മറ്റെല്ലാ കാര്യത്തിനും നമ്മൾ സമയം ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ സുബഹിക്ക് ശേഷം ഒരു അരമണിക്കൂർ ഞാൻ എൻ്റെ റബ്ബിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുമെന്നുള്ള ദൃഢബോധം നമ്മൾ ഉണ്ടാക്കണം. മഗ്‌രിബിന് ശേഷം ഒരു 1/4 മണിക്കൂറോ അരമണിക്കൂറോ പാരായണം ചെയ്യുന്നുള്ള ബോധമുണ്ടാക്കണം. വിശുദ്ധ ഖുർആനുമായി എപ്പോഴുമുള്ള ദൃഢമായൊരു ബന്ധം നമുക്കുണ്ടാക്കിയെടുക്കണം. അതിനർത്ഥങ്ങൾ മനസ്സിലാക്കണം. ആ അർത്ഥം മനസ്സിലാക്കുന്ന രീതിയിൽ പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. തഫ്സീറുകളുണ്ട്, പരിഭാഷകളുണ്ട്, അത് വായിക്കാൻ നമുക്ക് സാധിക്കണം. രാവിലെ ഖുർആൻ എടുത്ത് ഓതാം, വൈകുന്നേരം ഒന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ പരിഭാഷ ഒന്നെടുത്ത് വായിക്കാം, തഫ്സീർ ഒന്നെടുത്ത് വായിക്കാം എന്ന ബോധത്തിൽ സഹോദരന്മാരെ അങ്ങനെ കഴിയുമ്പോഴാണ് അള്ളാഹുവിൽ നിന്നുള്ള മഹത്തായ അനുഗ്രഹത്തിൽ നമ്മുടെ മനസ്സുകളെ ശാന്തമാക്കാനും അള്ളാഹുവിനെക്കുള്ള ഭയഭക്തിയാൽ അവനെക്കുള്ള കൂടുതൽ അടുക്കാനും പരലോക ചിന്തകൾ ഊട്ടിയുറപ്പിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധം
നമ്മൾ ഉണ്ടാക്കി ആ രൂപത്തിൽ നമ്മുടെ ജീവിതക്രമങ്ങളെ, സെക്കൻഡുകളെ, ദിവസങ്ങളെ മാറ്റിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, തൗഹീദ് പഠിക്കാം, തൗഹീദിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ മനസ്സിലാക്കുക. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത ബിദ്അത്തുകളെ മനസ്സിലാക്കുക. എല്ലാ ബിദ്അത്തുകളും വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക. അതുപോലെ തന്നെ കൊടുക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി വെമ്പൽ കാണിക്കുക. സംഗീതം, സിനിമ, മ്യൂസിക്, സീരിയൽ എന്നിവയ്ക്കും ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുക. അമിതമായ ഫോൺ അഡിക്ഷൻ, ജീവിതത്തിൻ്റെ മഹാഭൂരിപക്ഷ സമയം ഫോൺ കവരുന്നതിനെ, മൊബൈൽ കവരുന്നതിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹുവേ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാത്ത മാരാരോഗങ്ങൾ, എപ്പോഴും വേദന സംഹാരികളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, അല്ലാഹുവേ, എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കാം. അല്ലാഹുവേ, നമ്മിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യം ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മൾ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. അല്ലാഹുവേ, നമ്മിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ഇസ്തിഖാമത്തും ഇഖ്ലാസും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നമ്മുടെ സഹോദരന്മാർക്കും നിന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الحمد لله رب العالمين.